അതെ എല്ലാവർക്കും ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിന് 1 മണിക്കൂർ പിന്നെ കിടന്നുറങ്ങാനുള്ള സമയം നമുക്ക് മാത്രം ഒരു സമാധാനവും തരില്ല. അതല്ല ഇപ്പം എന്താ പ്രശ്നം? നിങ്ങൾ പറഞ്ഞാൽ ശരി. ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ 10 ആൾക്കാർ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ പറയുമ്പോൾ ഞാൻ കൊണ്ട് തരില്ലേ? ഒക്കെ ഇവിടെ കുത്തുന്ന് ചെയ്യുന്നല്ലോ. ഒക്കെ ഇവിടെ കുത്തുന്ന് ചെയ്യുന്നല്ലേ, ഫോൺ ചെയ്തിട്ടല്ലേ പരിപാടി. അതൊക്കെ പോട്ടെ. നമുക്ക് ഈ സാധനത്തിനകത്ത് ഒരു തീരുമാനം പറയും. അത് നിങ്ങൾ പറയുന്ന 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് ജാഫർ കെയുടെ ഡേറ്റ്. 10-ാം തീയതി ആണ് ആര് വന്ന് ജോയിൻ ചെയ്ത്? അജു വന്ന് ജോയിൻ ചെയ്ത്. ഈ രണ്ടാളും കൂടെ കോമ്പിനേഷൻ എടുക്കണമെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ കിട്ടണം. അജു വൈകുന്നേരമല്ലേ വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞേ, നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഇയാളെ പേര് രണ്ടാളും കൂടെ ഒരു കോമ്പിനേഷൻ നമുക്ക് എടുക്കണം. ആ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവരെ മൊത്തം ഫ്രീ ആയിട്ട് കിട്ടണം. അല്ലാണ്ട് 1 മണിക്കൂർ കിട്ടിയിട്ട് എന്താ കാര്യം? അതെന്ത് ചെയ്യാൻ അവര് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലല്ലോ. അതല്ല, ഈ നമ്മൾ ഒരു ഡൗട്ട് ചോദിക്കാനാണ്. ഈ നമ്മൾ 16-ാമത്തെ സീനില്ലേ, 16 കഴിഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂറ്റി തന്നെയല്ലേ 23 വരുന്നത്? 16ന്റെ കണ്ടിന്യൂറ്റി 23 ഈ എന്നല്ലേ ഇത് മാർക്ക് ചെയ്ത് കണ്ടിന്യൂറ്റി മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ അത് കണ്ടിന്യൂറ്റി കറക്റ്റ് അല്ലേ ഇത്? ഞാനൊരു ഡൗട്ട് അല്ല, ഞാൻ ചോദിക്കട്ടെ, അതല്ല ഇപ്പൊ പ്രശ്നം. ഞാൻ പറഞ്ഞില്ല, ഈ 10-ാം തീയതി നമുക്ക് അവരെ കിട്ടിയില്ലെന്ന് കൂട്ടിക്കോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 11 കഴിഞ്ഞിട്ട് 25-ാം തീയതി നമ്മളെ ഷൂട്ട് കഴിയുള്ളൂ. 25ന്റെ ഇടയിൽ ഏതെങ്കിലും കിട്ടൂല. പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞതായിരുന്നു ഞാനും കൂടി പോവാന്നുള്ളത്. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാല് വൈറ്റ്, പ്യൂർ വൈറ്റ് ആണ് ഇപ്പൊ കൊണ്ടുവന്നത്. നമുക്ക് വേണ്ടിയിരുന്നത് ഓഫ് വൈറ്റ് ആയിരുന്നു. പ്യൂർ വൈറ്റ് അപ്പോൾ കൊണ്ടുവന്ന് എന്നാൽ അത് ഓഫ് വൈറ്റ് ആക്കിയാൽ പോരെ. ഓഫ് വൈറ്റ് ആക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ. കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കുക, അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക, ഈ പിന്നെ വൈറ്റ് സാധനം അതിൻ്റെ അത് മുക്കുക, എന്നിട്ട് ഒന്ന് പിഴിഞ്ഞ് ആറിയിട്ട് കഴിഞ്ഞാൽ അത് ഓഫ് വൈറ്റ് ആയി. അങ്ങനെ പണ്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യല്. പണ്ടൊക്കെ അങ്ങനെ എന്താ ഇത് അങ്ങനെയൊക്കെ എങ്ങനെ ശരിയാവുക? എന്നാ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ പറയുക, കൺട്രോളറോട് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അടുത്ത സാധനം ഓഫ് വൈറ്റ് വാങ്ങിക്കൊണ്ട് കൂടെ വൈകുന്നേരം എടുക്കാനുള്ള സീനല്ലേ? അതെ, ആദ്യം ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ ഡേറ്റ് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞത് പിന്നെ അമ്പലത്തിൽ പോകുന്ന കോസ്റ്റ്യൂമില്ലേ, ഈ അമ്പലത്തിൽ പോകുന്ന, അതായത് 29-ാമത്തെ സീന്, അതിന്റെ ഇതല്ലേ വരുന്നത് കണ്ടിന്യൂറ്റി? ഈ വയലിലൂടെ പോകുന്നത് തന്നെ അതിന്റെ 29ന്റെ കണ്ടിന്യൂറ്റി അല്ലേ 33 ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്? അതെ. അപ്പൊ അത് കോസ്റ്റ്യൂം ചേഞ്ച് ഇല്ലല്ലോ? ചേഞ്ച് ഇല്ലാന്നല്ലേ അതിൻ്റെ അകത്ത് എഴുതി വെച്ചത്. ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്തിട്ടോണ്ട് കാര്യമില്ല. ഇത് സാധനത്തിന് സമയത്തിനനുസരിച്ച് കിട്ടണ്ടേ. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. വേറെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇതിനെ പറ്റിട്ട്. അല്ല, ബാക്കിയുള്ള കാര്യം ഓരോ ഡേറ്റ് അവൈലബിൾ ആക്കണം. നമുക്ക് അവൈലബിൾ ബാക്കിയുള്ളത് എടുക്കാളെ നീ നോക്കണം. ഇത് കണ്ടോ, ഞാൻ 5 ഡിസൈൻ 5 പൂക്കളുടെ ഡിസൈനാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ 4 എണ്ണേ വന്നിട്ടുള്ളൂ. ഈ ഡിസൈൻ ചെയ്തതിൽ 4 എണ്ണേ വന്നിട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ 4 എണ്ണം ഇട്ടു എന്ന് വെച്ചിട്ട് ഈ സാധനം സിനിമ ജനങ്ങൾ കാണാണ്ടിരിക്കോ? ഈ 4 എണ്ണേ പൂക്കൾ വന്നിട്ടുള്ളൂ എന്ന് എണ്ണി നോക്കോ ഒരു സ്ക്രീനിൽ? ഇനിയിപ്പോൾ 4 എണ്ണേ വന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്ന ഒരു അവാർഡ് ഇല്ലാണ്ടായി പോയില്ലല്ലോ. ദയവ് ചെയ്തിട്ട് ഒന്ന് പോയി തരും. ഒരുപാട് പരിപാടി ഇവിടെ കിടക്കണ്ടേ. നിങ്ങൾക്ക് ഇനി ഒരിടാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ എടുത്ത് കത്തിച്ച് കളഞ്ഞേക്ക് പ്ലീസ്. ഒരു തലവേദന എടുത്ത് നിൽക്കുന്ന സാധനമാണ്. ചോറ് വരെ കൊണ്ടിട്ടില്ല മനുഷ്യൻ. ഞാൻ ചോദിക്കട്ടെ, അതല്ല ഞാൻ നമുക്ക് ഒരൊറ്റ ദിവസം കോമ്പിനേഷൻ നീല ടീഷർട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ സീനില്ലേ, അതിന്റെ കണ്ടിന്യൂറ്റി അല്ലേ? പിന്നെ നമ്മൾ ഈ പിന്നെ ഓട്ടോയിൽ കയറുന്നെടുത്ത് അത് തന്നെയല്ലേ? ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നതിന്റെ കണ്ടിന്യൂറ്റിയാണ് ഹോട്ടലിൽ കയറുന്നത്. ഇത്രയും സാധനത്തിന്റെ കണ്ടിന്യൂറ്റി ഈ അല്ലേ മാർക്ക് ചെയ്തേ? പിന്നെ എന്തിനാ ഈ പേപ്പർ കൊണ്ട് നടക്കുന്നതിന് മേലെ ഈ പേപ്പർ കൊണ്ട് രണ്ടാമത് കൊണ്ടുപോയി മാർക്ക് ചെയ്തേ. Action cut. Shot him by